നമസ്കാരം. ഓ ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം. ഇപ്പോൾ മുനിമാരെല്ലാവരും കൂടി ശ്രീരാമനെ സമീപിച്ച് അവർക്ക് അനുഭവപ്പെടേണ്ടി വരുന്ന യാതനകളെപ്പറ്റി അറിയിക്കുകയാണ്. അസുരന്മാർ അവരെ പല പ്രകാരത്തിലും പീഡിപ്പിക്കുന്നു. ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളുമെല്ലാം അവിടെയെല്ലാം ചിതറിക്കിടക്കുന്നു. ഞങ്ങളെ കൊല്ലുന്നതിൽ നിന്നും രക്ഷിച്ചാലുമെന്ന് ശ്രീരാമനോട് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ആസുരന്മാർ ഞങ്ങളെ കൊന്ന് തിന്നുകളയും എന്ന് പറയുമ്പോൾ രാമൻ ഇങ്ങനെ നിങ്ങൾ അപേക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല, എൻ്റെ കടമയാണ് നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളത്, ഞാനത് ചെയ്തു കൊള്ളാമെന്നവർക്ക് വാക്കുകൊടുക്കുന്നു. എന്നിട്ട് രാമൻ ലക്ഷ്മണനോടുകൂടി തപോധനന്മാരെയും കൂട്ടി സുതീഷ്ണ ആശ്രമത്തിലേക്ക് യാത്രയാകുന്നു. അതായിരുന്നു 6-ാം സർഗത്തിലെ പ്രതിപാദ്യം. ഇനി ആരണ്യകാണ്ഡം 7-ാം സർഗം ആരംഭിക്കാം. 1-ാമത്തെ ശ്ലോകം. രാമസ്തു സഹിതോ ഭ്രാതാ സീതയാ ച പരം തപഃ സുതീഷ്ണസ്യാശ്രമപദം ജഗാമ സഹതൈർദ്വിജൈഹൈ. ആ ദ്വിജന്മാരോടുകൂടിയും സീതാലക്ഷ്മണന്മാരോടുകൂടിയും രാമൻ സുതീഷ്ണ ആശ്രമത്തിലേക്ക് പോയി. ശ്ലോകം 2. സഖിത്വാ ദൂരമധ്വാനം നദീസ്തീർത്വാ ബഹൂദകാഃ ദദർശ വിമലം ശൈല്യം മഹാമേരുമിവോന്നതം. കുറച്ച് വഴി ചെന്നിട്ട് ആഴമുള്ള നദികൾ കടന്നിട്ട് അവർ മഹാമേരു പോലെ ഉന്നതമായ ഒരു വലിയ മല കണ്ടു. ശ്ലോകം 3. തതസ്തദിക്ഷ്വാകുവരൗ സതതം വിവിധൈർദ്രുമൈഹൈ കാനനം തൗ വിവിശതു സീതയാ സഹരാഘവൗ. 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. പിന്നെ ഈ 2 ഇക്ഷ്വാകുകുലജാതരും സീതയും വിവിധ വൃക്ഷങ്ങൾ നിറഞ്ഞ കാനനത്തിൽ പ്രവേശിച്ചു. ശ്ലോകം 4. പ്രവിഷ്ടസ്തു വനം ഘോരം ബഹുപുഷ്പഫലദ്രുമം ദദർശാശ്രമമേകാന്തേ ക്ഷീരമാലാ പരിഷ്കൃതം. ഘോരവനത്തിൽ പ്രവേശിച്ചിട്ട് ഒരു വിജനപ്രദേശത്ത് പുഷ്പങ്ങളും ഫലങ്ങളും ധാരാളമുള്ള വൃക്ഷങ്ങളോട് കൂടിയതും മരവുരികൾ നിറയെ തൂക്കിയിട്ടിരിക്കുന്നതുമായ ഒരു ആശ്രമം കണ്ടു. ശ്ലോകം 5. തത്ര താപസമാസീനം മലപങ്കജധാരിണം രാമ സുതീക്ഷ്ണം വിധിവത് തപോധനമഭാഷതഃ. അവിടെ മലപങ്കജധാരിയായ മഹർഷി ഇരിക്കുന്നത് കണ്ടു.
ചേറും അഴുക്കും പുരണ്ട ജട ധരിക്കുന്നവനെന്നും ഊറക്കിട്ട തോൾ കൊണ്ട് മറയ്ക്കപ്പെട്ട ജടയോട് കൂടിയവനെന്നും അർത്ഥം പറയാം. രാമൻ ആ മുനിയോട്, അതായത് സുതീഷ്ണ മുനിയോട് വിധിയാം വണ്ണം ഇങ്ങനെ ഉണർത്തിച്ചു. ശ്ലോകം 6. രാമോഹമസ്മി ഭഗവൻ ഭവന്തം ദൃഷ്ടുമാഗതഃ തന്മാഭിവദ്ധർമ്മജ്ഞ മഹർഷേ സത്യവിക്രമ. ഭഗവാൻ, ഞാൻ രാമനാകുന്നു, സത്യവിക്രമനായ മഹർഷേ, അങ്ങയെ ദർശിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങ് ഈ ഉള്ളവനെ അനുഗ്രഹിച്ചാലും. 6 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. ആരണ്യകാണ്ഡം സർഗം 7. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.